ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോവുകയാണ് ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട് കാണും. പ്രത്യേകിച്ച് BEd അങ്ങോട്ട് കഴിഞ്ഞ കുട്ടികൾ, ദോസ് ആർ ലുക്കിംഗ് ജോബ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്കിതൊരു എൻക്വയറി വന്നത് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ, ഈ ഒരു കമൻറ്റിൽ വന്നതാണിത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ വന്നിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഒരു എൻക്വയറി എനിക്ക് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ദോസ് ഓഫ് വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, ഇഫ് യു ഫീൽ ദിസ് ചാനൽ ഇസ് യൂസ്ഫുൾ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക, ലൈക്കൊക്കെ ചെയ്യുക. ആ ബെല്ലൈക്കണൊക്കെ കാണുന്നതൊക്കെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വി ക്യാൻ മൂവ് ടു അവർ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ നിങ്ങളൊരു BEd കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് യു ആർ ട്രൈങ് ടു സീക്ക് എ ജോബ്, ഒരു ടീച്ചിങ് ജോബ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കേണ്ട പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആൻഡ് ഓർഗനൈസ് യുവർ റെസ്യൂമെ എന്നുള്ളതാണ്. ഒരു CV, നല്ല ഭംഗിയുള്ള ഒരു CV പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു CV എന്ന് പറയുമ്പോൾ ഞാൻ ചിലരിൽ കണ്ടിട്ടുണ്ട് ഒരു 4-5 പേജൊക്കെ വലിച്ചു വാരി ചെയ്യുന്നത് കാണാം. ഇപ്പം അതൊക്കെ ഓൾഡ് ഫാഷനാണ്. ഇപ്പം അങ്ങനെയല്ല. ഒരു 1 പേജ് അതിൽ ഒതുങ്ങി നിൽക്കുന്ന CV, അല്ലെ മാക്സിമം ഒരു 1.5 പേജ്, അത്രേ പാടുള്ളൂ കേട്ടോ. അല്ലാതെ വലിച്ചു പരത്തി 4-5 പേജിലുള്ള CV അത് ഔട്ട് ഓഫ് ഫാഷനാണ് ഇപ്പോൾ. അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ടായിരിക്കും, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അപ്പം ഞാൻ എൻ്റെ CVയിൽ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ CVയിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, മെൻഷൻ യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിയർലി. അതായത് എന്തൊക്കെയാണോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഒന്നും വെക്കാനില്ല. പിന്നെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ആസ് എ ടീച്ചർ നമുക്ക് വേണ്ട സ്കിൽസാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഫസ്റ്റാണ്. നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്ലാസ് മാനേജ്മെൻ്റ് ഉണ്ട്, ഓവറോൾ മാനേജ്മെൻ്റ് ഉണ്ട്. ഒരു ടീച്ചർ ഇതെല്ലാമാണ് അല്ലേ. നമ്മളൊരു ഹോം മാനേജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാനാണെങ്കിൽ പോർഷൻ കംപ്ലീഷനുള്ള സ്കിൽസ് നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ആ ഒരു സ്കിൽ ഏരിയ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വിടരുത്, ലീഡർഷിപ്പ് ക്വാളിറ്റി വിടരുത്, അതേപോലെ ക്ലാസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആ റോള് അതൊന്നും വിടരുത്. അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിപ്പം ഒട്ടുമേ എക്സ്പീരിയൻസ് ഇല്ലാത്ത വളരെ ഫ്രഷറായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഫ്രഷേഴ്സ് മാത്രമേ കാണാവൂന്നില്ല, അല്ലാതെയുള്ള ആൾക്കാർക്കും ഈ വീഡിയോസ് കാണാം. ഇത് എല്ലാ ഫീൽഡിലുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം. അതായത് നിങ്ങളൊരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നാൽ, പ്രിപ്പയർ എ സിമ്പിൾ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്താണെന്നുള്ള കാര്യം നമ്മൾ BEd കഴിഞ്ഞ എല്ലാവർക്കും അറിയാം. നമ്മളത് സാധാരണ കുട്ടികളുടെ കാര്യത്തിലാണ് പോർട്ട്ഫോളിയോ നമ്മൾ അറ്റാച്ച് ചെയ്യാറുള്ളത് അല്ലേ. അതേപോലെ നമുക്കൊരു പേഴ്സണൽ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ പോർട്ട്ഫോളിയോ ഫയലിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ CV ആണ്. അതിനുശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കാരണം എനിവേ വി ആർ ലുക്കിംഗ് ഫോർ എ ടീച്ചിങ് ജോബ്. അപ്പം നമ്മൾ എന്തായിരുന്നിരുന്നാലും ഒരു ഡെമോ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ വരുന്നാലും, അതിപ്പോൾ ഇന്ത്യൻ സ്കൂളാണെങ്കിലും ശരി, യൂറോപ്യൻ സ്കൂൾസ് ആണെങ്കിലും ശരി, ഫോറിനിലാണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, നമ്മളൊരു ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് ഡെമോ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ വിത്ത് ടോപ്പിക്കുമായിട്ട് റെഡിയാണെന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് ആണെങ്കിലും അതിന് വേണ്ടുന്ന ടീച്ചിങ് എയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ CV അതിലുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ലെസൺ പ്ലാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അതും കൂടി അതിനകത്ത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലെസൺ പ്ലാനും കൂടെ പ്രിപ്പയർ ചെയ്ത് ഒരു ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുന്ന പോലെ വേണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കോള് വരാം.
ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഞാനും ചെയ്തിട്ടുള്ള സംഗതി തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ ടീച്ചിങ് ജോബ് നോക്കിയ സമയത്തൊക്കെ നാട്ടിലൊക്കെ നോക്കിയ സമയത്ത് അതേപോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സമയത്ത് കിടന്ന് എവിടെ ഇരിക്കുന്നു അതെവിടെ ഇരിക്കുന്നു തപ്പി പറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ പോർട്ട്ഫോളിയോ ഫയലിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ലെസൺ പ്ലാൻ, നമ്മളൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അതിന് വേണ്ടുന്ന ടീച്ചിങ് എയ്ഡ്സും കൂടെ റെഡിയാക്കി വെച്ചിരുന്നാൽ അത്രയും ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ തേർഡ് പോയിന്റ്, ആസ് എ ഫ്രഷർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ സെറ്റാക്കി വെച്ചു, നമ്മുടെ CV റെഡിയായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് അപ്ലൈയിങ്. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം? നല്ല സ്മാർട്ടായിട്ട് തന്നെ അങ്ങോട്ട് അപ്ലൈ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി സ്റ്റാർട്ട് അപ്ലൈയിങ്, അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ വെബ്സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ. കാരണം ചിലയിടത്തുനിന്ന് ഇമ്മീഡിയറ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ്സിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പിന്നെ അടുത്തുള്ള സ്കൂൾസിലൊക്കെ ഒന്ന് കൊടുത്തേക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനോട് പറയാനുള്ളതാണ്. നമ്മൾ ആദ്യമേ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ടീച്ചിങ് ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് നമുക്ക് ഭയങ്കര ഹൈ സാലറി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ലോ സാലറിയാണ്, ഇത് വളരെ മോശപ്പെട്ട സ്കൂളാണ്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ. ഞാൻ ആദ്യം 2015 ഞാൻ ഒരു കോളേജിലാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. ഗസ്റ്റ് ലെക്ചറായിട്ടായിരുന്നു അന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അന്ന് എൻ്റെ ഫസ്റ്റ് സാലറി 6,000 ആയിരുന്നു. 6,000 റുപ്പീസാണ് എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അന്ന് അയ്യോ അത് അത്രേ ഉള്ളല്ലോ എന്ന് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എക്സ്പോഷർ കിട്ടില്ല. ആ ഒരു ചെറുതാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അതുതന്നെയാണല്ലോ ഞാൻ ഇന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. ആ ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് എന്ന് പറയുന്നത് അത് ആർക്കും എടുത്ത് തുടച്ചു മാറ്റി കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫ്രഷേഴ്സിന് ഇപ്പോൾ ഉള്ള കുട്ടികളിൽ ഞാൻ പലരും കണ്ടിരിക്കുന്നതാണ്, സാലറി വളരെ മോശമാണ്, കിട്ടത്തില്ല, ഒട്ടുമില്ല, കുറവാണ്. അത് എല്ലാ ഫീൽഡിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ചെറിയ സ്കൂൾസിലൊക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്, പക്ഷെ അതിനകത്ത് നിങ്ങൾ അങ്ങ് ഡൗൺ ആവരുത്. കാരണം അത് തരുന്ന ഒരു എക്സ്പോഷർ നമുക്ക് ഭയങ്കര വലുതാണ്. നമുക്ക് ചെറിയ സ്കൂൾസിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ എവിടെ പിന്നീട് പോയിരുന്നിരുന്നാലും നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ വേണം. അപ്പം ചെറിയ സ്കൂളിലാണെങ്കിലും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ വലിയ സ്കൂൾസിലേക്ക് കിട്ടും. വലിയ സ്കൂൾസിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എടുക്കണം എന്നില്ല. ഓക്കെ, എല്ലായിടത്തും ഇച്ചിരി ഹൈ ലെവൽ സ്കൂൾസിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സ്കൂളിലെങ്കിലും കയറി നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഒരു പോയിന്റായിട്ട് ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്, അതായത് നമ്മൾ എന്തായാലും CV ഒക്കെ റെഡിയാക്കി നമ്മൾ അപ്ലൈ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇനി നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ആണ് അല്ലേ. സോ അപ്പം ആ ഒരു ടൈമിൽ ഡെവലപ്പ് യുവർ സ്കിൽസ് വൈൽ വെയിറ്റിംഗ്. ഓക്കെ, അതായത് ആസ് എ ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് വേണം, ഓക്കെ, പിന്നെ അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ഗൂഗിളായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് ലേൺ ചെയ്ത് വെച്ചേക്കുക. ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം, ഒരു ടീച്ചറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളൊന്ന് റെഫർ ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയൊക്കെ ഒന്ന് വെച്ചേക്കുക. നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇനി അങ്ങോട്ടെല്ലാം ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്. അതിനിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ തന്നെ ഇന്ത്യയിലുള്ള സ്കൂൾസും എല്ലാം ആ ഒരു രീതിയിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് എങ്ങനെ നടത്തണം, ഒരു സൂം മീറ്റിംഗ് എങ്ങനെ നടത്തണം, ഓക്കെ, എന്തിനധികം പറയുന്നു, ഇപ്പോൾ ഡെമോ ക്ലാസ് വരെ ഇതേപോലെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറി.
ഓക്കെ, ഡെമോ ക്ലാസ് ഇതിന് മുന്നേ അതിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ട് നടത്താറുണ്ട്, പക്ഷേ ഒരു ഡെമോ സെഷൻ നമ്മൾ വീഡിയോ ക്ലിപ്സൊക്കെ ചെയ്ത് നമ്മൾ സ്കൂളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഞാൻ അധികം കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിസ്റ്റത്തിലേക്ക് മാറിയെന്ന് അറിയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അതൊക്കെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്, കാരണം ആസ് എ ടീച്ചർ നമ്മളതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടും പിന്നെ ഇതേപോലെ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ്, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഒരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ പ്രിപ്പയർ ഫോർ യുവർ ഡെമോ ക്ലാസ്സസ് ആൻഡ് ഇൻ്റർവ്യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മളൊരു ലെസൺ പ്ലാനും നമ്മളൊരു ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ടീച്ചിങ് എയ്ഡ്സും ഒക്കെ സെറ്റാക്കി വെക്കണമെന്ന്. അത് സെറ്റാക്കി വെച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ കണ്ണാടിയുടെ മുന്നേ നിന്ന് ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റും നമുക്ക് തന്നെ, ഇപ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷൊക്കെ ഫ്ലെക്സിബിളായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും, ചിലർക്ക് ഫ്ലുവൻ്റായിട്ട് കാണും, ചിലർക്ക് ഇച്ചിരി ഫ്ലുവൻസി കുറവുള്ളവർ കാണും. അപ്പോൾ അങ്ങനെ ഫ്ലുവൻസി കുറവുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആണോ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണ്ടുന്ന ഡയലോഗ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അങ്ങ് പ്രസൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു ടോപ്പിക്കുമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആവും, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. പലരും എന്നോട് പേഴ്സണലിലൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ലാംഗ്വേജ് ഫ്ലുവൻസിക്ക് പ്രശ്നമുണ്ട്, അപ്പം എങ്ങനെയാണ് അത് പിന്നെ ഓവർകം ചെയ്യുക എന്നുള്ളത്. ഡെമോ ക്ലാസ്സിന് പോകാനുള്ള പേടിയും അതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു ഡെമോ സെഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കോൺഫിഡൻസ്. അത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് അതൊക്കെ നോക്കി അങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്കും പിറ്റേന്ന് നമ്മൾ പോയി ഡെമോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ വയൽ ഒഴുകി വന്നോളും, കാരണം നമ്മൾ പല പ്രാവശ്യം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചതല്ലേ, അപ്പോൾ അത് നമുക്കങ്ങ് വന്നോളും കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗ്രാമർ ഏരിയ ഒക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നോട് എന്തായിരുന്നു ചോദിച്ചതെന്നുള്ള കാര്യം ഞാൻ പല വീഡിയോസിനകത്ത് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ, ഞാൻ എൻ്റെ സ്ക്രീനിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് UAE പോയപ്പോഴാണ്, പക്ഷെ നാട്ടിലായിരുന്നപ്പോൾ, ഇതിപ്പോൾ ഞാൻ ജനറലായിട്ട് എല്ലാ ടീച്ചേഴ്സിനും ബേസ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. പക്ഷെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവിന് അന്ന് എന്നോട് ഗ്രാമർ ഒന്നും അല്ല ചോദിച്ചത്, ലിറ്ററേച്ചർ ബേസ് ചെയ്തായിരുന്നു ചോദിച്ചത് കേട്ടോ. അന്നൊരു 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഒരു 12-11 ഒക്കെ ഞാൻ അന്ന് ക്ലിയർ ചെയ്തു. കാരണം ആ സമയത്ത് ഞാൻ സെറ്റിൻ്റെ എക്സാം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ പഠിച്ച് സെറ്റ് ക്ലിയർ ചെയ്ത് നിൽക്കുന്നതാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മ കാണത്തില്ല, കുറച്ച് വർഷമായല്ലേ, ഞാൻ കുറേയൊക്കെ മറന്നുപോയി. പിന്നെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ലിറ്റററി കാര്യങ്ങളൊന്നും നോക്കാനുള്ള ടൈമും ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ നോക്കണം ഒന്ന് കേട്ടോ. പിന്നെ അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ലിറ്ററേച്ചർ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതെന്നുള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. ഗ്രാമർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നോട് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ചത്. അപ്പോൾ ലിറ്ററേച്ചർ സൈഡിൽ നിന്ന് എന്തൊക്കെ നമ്മൾ നോക്കണം എന്നുള്ള കാര്യം പറയാം കേട്ടോ. ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും കൂടെ നല്ല തകൃതിയായിട്ട് ഒന്ന് റെഡി ആയിട്ടിരിക്കുക. ഡെമോ ക്ലാസ്സിന് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളൊരു 2-3 വട്ടമൊക്കെ ഒന്ന് അതിൻ്റെ തലേന്നും ഒക്കെ ആയിട്ടൊന്ന് കണ്ണാടിയുടെ മുന്നിലൊക്കെ പെർഫോം ചെയ്ത് കൊടുത്തിരുന്നാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരുവാണ്, നിങ്ങൾ നന്നായിട്ട് പറയും. അപ്പോൾ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയുന്നതും ഞാൻ എന്നോട് പറയുന്നതുമായിട്ടുള്ള ഒരു പോയിൻ്റാണ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇത് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയാറുള്ള കാര്യമാണ്. എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ലല്ലോ ഇരിക്കുന്നത്, നമുക്കും ഇടയ്ക്ക് ചില ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു പോയിൻ്റാണ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. അപ്പോൾ അത് തന്നെയാണ് എനിക്കിത് കാണുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോടും പറയാനുള്ളത്. കുഞ്ഞു കൂട്ടുകാരെന്ന് ഞാൻ വിളിച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ BEd കഴിഞ്ഞ പിള്ളേരുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ കുഞ്ഞല്ലാത്ത ഇച്ചിരി വലിയ കൂട്ടുകാരുണ്ടെങ്കിലും അവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ.
നമ്മൾ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. ആ പോസിറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ചില സമയം നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ആ സ്കൂളിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഡ്രീം ജോബ് അതായിരുന്നു കാണും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം സ്കൂൾ അതായിരുന്നു കാണും. ഒരു പക്ഷേ നമുക്ക് അവിടെ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെ സ്കൂളിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടൊന്നും ഇരിക്കരുത്. കാരണം എത്ര ചെറുതാണെങ്കിലും അത് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേ പോസിറ്റീവ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ കുറച്ച്. പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും എപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കി വെക്കാൻ ആൾക്കാർ ശ്രമിക്കും എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി നമ്മൾ തന്നെയാണ് കേട്ടോ. വേറെ ആരുമില്ല. വേറെ ആരെങ്കിലും വന്ന് അങ്ങനെ പറയും ഇങ്ങനെ പറയും മോട്ടിവേഷൻ തരും എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അതിനപ്പുറം വേറെ ആരായിരിക്കും ബൂസ്റ്റപ്പ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയുക, ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും. ചിലത് ഹാപ്പി ആയിരിക്കും, ചിലത് ടെൻഷൻ ആയിരിക്കും, ചിലത് സാഡ് മൊമെൻറ്റ്സ് കാണും. അപ്പോൾ എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഇതെല്ലാം എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പോസിറ്റീവാക്കി, നമ്മളല്ലാതെ വേറെ ആരാ നമ്മളെ പോസിറ്റീവാക്കി വെക്കേണ്ടത്? അപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് പോസിറ്റീവാക്കി, കുറച്ചൊക്കെ ചിലയിടത്തൊക്കെ നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. അവിടെയൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായിട്ട് മുന്നോട്ട് ധൈര്യമായിട്ട് അങ്ങ് പോയിക്കോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം എന്നും ഉള്ളത്, ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് കേട്ടോ. ക്ലാസ് അല്ല, ഇന്നത്തെ വീഡിയോയിലൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റൊക്കെ ഒന്ന് ഇടാം കേട്ടോ. ഒരു ലൈക്കൊക്കെ ഒന്ന് അടിക്കാം, ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നു, എന്തെങ്കിലും പറയുന്നതിനകത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.